ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ ഈ 57 വയസ്സിനിടയ്ക്ക് വെച്ച് ഇന്ന് വരെ ഈ ദേവാലയത്തിൽ പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ഒരു 8 വർഷം സെക്രട്ടറി ആയിരുന്ന പരസ്യമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വളരെയേറെ ഭയത്തോടും അല്പം വിറയലോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ 35 വർഷക്കാലമായി ഒത്തിരി പ്രസംഗങ്ങൾ നടത്തി. അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും എന്നേക്കാൾ ശ്രേഷ്ഠരായിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എന്ത് പറയും, ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എന്ന് ഞാൻ ഭാരപ്പെടുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനയായ എന്നെയും ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ 41 ദിവസം നമ്മൾ 3 ഭവനങ്ങളിലും ബാക്കി ദിവസങ്ങൾ നമ്മുടെ ആരാധനാലയത്തിലും ദൈവവചനം, നോമ്പിൻ്റെ ദൈവവചനം പലരും നമ്മൾ കേട്ടു. ഇന്ന് ഇവിടെ ആയിരിക്കാൻ ദൈവം തമ്പുരാൻ അടിയനെയും ഒരുക്കി ഇതിനവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും വള്ളിക്കാവ് പ്രാർത്ഥനാ കൂട്ടത്തിലെ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 41ാമത്തെ ദിവസവും ഇന്ന് രാവിലെ 40ാം വെള്ളിയാഴ്ചയും. നോമ്പാചരണത്തിൽ ഏറ്റവും പ്രധാനമായതാണ് 50 നോമ്പ്. ഇത് 50 ദിവസത്തെ ഉപവാസ ദിനങ്ങളാണ്. കർത്താവ് ഉപവസിച്ച 40 രാവും 40 പകലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുന്ന 10 ദിനങ്ങളും ചേർന്നതാണ് വലിയ നോമ്പ്. ക്രിസ്തുവിൻ്റെ ഉപവാസം അവസാനിക്കുന്ന ദിവസം 40ാം വെള്ളിയാഴ്ചയെ നാം കൊണ്ടാടുന്നു. ഇതിനെ ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസത്തിൻ്റെ പ്രതീകമായി നാം കാണുന്നു. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരീക്ഷയും പ്രലോഭനവും എന്നതാണ്. ഇന്ന് ഏവൻഗേലിയനായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. നമുക്ക് നമ്മുടെ പഴയ ഡയറയുടെ പുസ്തകത്തിലൊരു അപേക്ഷ ഇപ്രകാരം വായിക്കാം. ക്രൂശിലെ അതിവേദന കണ്ട് ഹൃദയം തകർന്ന നിന്റെ മാതാവിനെ ആശ്വസിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച കഴിക്കുന്ന അപേക്ഷകൾ കരുണയോടെ സ്വീകരിക്കണമേ. ജീവൻ്റെ ഉടയവനെ, നിന്നെ ദാനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവും നിമിത്തം ഞങ്ങളുടെ പൈതങ്ങളും നിന്റെ അനുഗ്രഹങ്ങളെ മുടക്കിക്കളയരുതേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ നാളുകളിൽ അവരുടെ മരണകരമായ വേദന കാണുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. കർത്താവേ, ദുഷ്ടതകളിൽ നിന്നും സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതാവസാനം ആശ്വാസവും ഒരുക്കമുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ. അതിവേദന അനുഭവിച്ചപ്പോഴും
നിന്റെ മാതാവിനോട് കാണിച്ച വാത്സല്യത്തിലും സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ തോരാത്ത കണ്ണുനീരിൽ നിന്നും തീരാത്ത വേദനയിൽ നിന്നും വിടുവിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്റെ കൃപയിലായിരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇരുവാഴ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചേറിയ നിന്റെ വചനം പ്രഘോഷിപ്പാൻ അടിയൻ യോഗ്യനല്ല. എൻ്റെ വായിൽ നിന്ന് അരുതാത്തത് എന്തെങ്കിലും വീണാൽ അത് എന്നെയും ഈ ഇരിക്കുന്ന ജനത്തെയും വേദനിപ്പിക്കുവാൻ ഇടയാക്കല്ലേ കർത്താവേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ജ്ഞാനവും എല്ലാവർക്കും അനുഗ്രഹമായി തീരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 41 ദിവസക്കാലം ഞങ്ങളെ ഒന്നുപോലും വിട്ടുപോകാതെ നീ കരുതിയല്ല കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം നീ സംരക്ഷിച്ചതിനായി സ്തോത്രം. മാനവും മഹത്വവും നീ എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. യേശു ഉപവശേഷം അവന് വിശന്നു. പരീക്ഷകൻ അടുത്ത് വന്ന് കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുത്തും സാത്താൻ പരീക്ഷയുമായി വന്നു. നമ്മൾ പല ബലഹീനതയിലും ആവശ്യങ്ങളുമാണെന്ന് മനസ്സിലാക്കിയാൽ പ്രിയമുള്ളവരെ, സാത്താൻ പ്രലോഭനമായി നമ്മുടെ മുൻപിലും വരും. ഉൽപ്പത്തി 3:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ പ്രലോഭനവുമായി ഹവ്വയെ സമീപിക്കുന്നത് കാണാം. തോട്ടത്തിന്റെ നടുവുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് സാത്താൻ പറഞ്ഞു. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. അത് തിന്നു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അങ്ങനെ പ്രലോഭിക്കുന്ന പലതിൻ്റെയും മുലകപ്പെടാതെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പ് മനപരിവർത്തനത്തിലുള്ള അവസരം കൂടിയാണ്. നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ മറ്റുള്ളവരുടെ അവഗണന, മറ്റുള്ളവരുടെ അനീതി എന്നിവയിൽ നിന്ന് മാറി വിനയത്തിൻ്റെയും അനുകമ്പയുടെയും വഴിയിലേക്ക് തിരിയുവാൻ നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പാപം ചെയ്താലും ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനയുടെ പ്രസംഗം കേട്ട് നിനവേ നഗരത്തിലെ ജനങ്ങൾ നോമ്പാചരിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരികുകയും ചെയ്തപ്പോൾ ദൈവം അവരുടെ മേൽ കരുണ കാണിച്ചു. അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 22:28 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. ലൂക്കോസിന്റെ സുവിശേഷം 22:31-32 വാക്യങ്ങളിൽ യേശു പത്രോസിനോട് പറയുന്നു, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോബിനെ പരീക്ഷിക്കണ സാത്താൻ യഹോവയുടെ അനുവാദം ചോദിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും യോബിനെ പോലെ പരീക്ഷകളിൽ അധീനരാകാതെ പരീക്ഷ സഹിപ്പാൻ പൊന്നു തമ്പുരാനെ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് നമുക്കിന്ന് രാത്രി എൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പിന്നെ പിശാചവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവൻ്റെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പലരും പ്രലോഭനവുമായി നമ്മുടെ അടുക്കൽ വരും. നിനക്ക് രോഗസൗഖ്യം തരാം, നിന്റെ കടഭാരം മാറ്റാം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി തരാം, അങ്ങനെ പല പ്രലോഭനങ്ങളിലും ആയി നമ്മുടെ അടുത്ത് വരും.
അതിലൊന്നും അകപ്പെടാതെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും ഉണ്ടായാലും പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ നിന്നെ താങ്ങും. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇത്ര സൗകര്യത്തോടെ ആരാധിക്കുന്ന നമ്മുടെ പൂർവ്വ സഭാ നേതാക്കന്മാർ അനുഭവിച്ച യാതനകളും പീഡകളും ഓർക്കുമ്പോൾ ആ ഒരു പീഡയുടെ 100-1 പോലും ഉണ്ടായാൽ നമ്മളൊരു പക്ഷേ ദൈവത്തെ തള്ളിപ്പറയുന്നവരായിത്തീരും. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും ആദിമസഭാ നേതാക്കന്മാരും എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് എഴുതിയിരിക്കുന്ന ഒരു മാസികയിൽ കൊടുത്തിരിക്കുന്ന വിവരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. വിശുദ്ധ മത്തായി എത്യോപ്യ എന്ന നഗരത്തിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. മർക്കോസ് മരിക്കുന്നത് വരെ അലക്സാണ്ട്രിയയിലെ ഒരു തെരുവീതിയിലൂടെ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. ലൂക്കോസ് ഗ്രീസിൽ വെച്ച് ഒലിവ് വൃക്ഷത്തിന്മേൽ തൂക്കപ്പെടുകയാണ് ചെയ്തത്. യോഹന്നാൻ റോമയിൽ വെച്ച് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കപ്പെട്ടിട്ട് മരിച്ചില്ല. പിന്നീട് എഫോസോസിൽ വെച്ച് സ്വാഭാവിക മരണം പ്രാപിച്ചു. വലിയ യാക്കോബ് യെരൂശലേമിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ചെറിയ യാക്കോബിനെ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയും പിന്നീട് ഗദ കൊണ്ട് അടിച്ചു കൊല്ലുകയും ചെയ്തു. ഫിലിപ്പോസിനെ ഫിജിയായിലെ ഒരു നഗരത്തിൽ ഒരു സ്തംഭത്തിന്മേൽ തൂക്കിക്കൊന്നു. ബർത്തിലോമയോ കിരാതനായ ഒരു രാജാവിന്റെ കൽപ്പനയാൽ ജീവനോടെ തൊലി ഉരിക്കപ്പെട്ട് മരിച്ചു. അന്ത്രയോസിനെ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചു. ആ നിലയിൽ മരിക്കുന്നവരെ ജനത്തോട് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. തോമസ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വെച്ച് ദേഹത്തൂടെ തളച്ചു കയറിയ കുന്തത്താൽ കൊല്ലപ്പെടുകയായിരുന്നു. യൂദയെ അമ്പുകൊണ്ട് എയ്തു കൊന്നു. എരിവുകാരനായ ശീമോനെ പേർഷ്യയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടു. മത്തിയാസിനെ കല്ലെറിഞ്ഞു കൊന്നു. മരിക്കാത്തതിനാൽ പിന്നെ തലവെട്ടിക്കൊല്ലുകയാണ്. പത്രോസിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ തമ്പുരാൻ്റെ കാൽപാദങ്ങളെ ചുംബിച്ചെനിക്ക് മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. നാം ഈ ലോകത്തിൽ ഒറ്റപ്പെടുകയോ കഠിനമായി വിമർശിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം പൊരുതിയ ഈ വിശ്വസ്ത പടയാളികളെ നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൈപ്പേറിയ ഒരു അനുഭവത്തിലൂടെ സാക്ഷ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് വിശുദ്ധ കുർബാനയിൽ നമ്മളോട് പറയും പോലെ സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം 2021 മെയ് മാസം 25-ാം തീയതി എൻ്റെ മാതാവ് 260ഓളം കുടുംബങ്ങളുള്ള ഈ ദേവാലയത്തിൽ ഒരേ ഒരാളായി കോവിഡ് വന്ന് മരിച്ചു. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പറ്റിയ ഏറ്റവും വലിയ ശവസംസ്കാര ശുശ്രൂഷ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ തമ്പുരാൻ അത് അനുവദിച്ചില്ല. പലരും ബോഡി ക്രിമിലേറ്റ് ചെയ്ത് അതിൻ്റെ പൊടി ഈ കുടുംബക്കല്ലറയിൽ സംസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, ബഹുമാനപ്പെട്ട സോണി ഫിലിപ്പച്ചൻ വന്നിട്ട് 25 ദിവസമേ ആയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് സ്വന്തമായി കുടുംബക്കല്ലറയുണ്ട്, ആ കുടുംബക്കല്ലറയിൽ ബോഡി കൊണ്ട് നമ്മൾ അടക്കും, എല്ലാ ശുശ്രൂഷകൾക്കും ഞാൻ നേതൃത്വം നൽകും. ഞങ്ങൾ കുറച്ച് പേര് മാത്രം ആ സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എപ്പോഴും പോകുന്നത്, എൻ്റെ ദൈവമേ, സമാധാനത്തിനുള്ള മക്കൾക്കുള്ള നല്ല അവസാനത്തിന് എന്നെയും ഞങ്ങളെയും യോഗ്യരാക്കണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് വേദനയായി പുറത്തു വരും. പ്രിയമുള്ളവരെ, ദൈവം ഒന്ന് തീരുമാനിക്കുന്നു, നമുക്കത് വേണ്ട എന്ന് പറയുവാൻ അവകാശമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പിലാകണം. പ്രിയമുള്ളവരെ, എനിക്കൊത്തിരി പ്രസംഗിക്കാനൊന്നുമുള്ള കഴിവില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നു. നിങ്ങളോട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന നോമ്പ് ആചാരപരമായ ഒരു അനുഭവമല്ല, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമാണ്. കരുണയുള്ളവരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി വിശ്വാസ ജീവിതം നയിപ്പാൻ ഈ നോമ്പ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.